ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ അത് കേൾക്കാൻ അവരെന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. എക്സ് മുസ്ലിം പ്രചാരകനായിട്ടുള്ള ഇസ്ലാം വിരുദ്ധ പ്രചാരകനായിട്ടുള്ള ലിയാഖത്ത് അലി ചേട്ടന് ഒരു പ്രധാനപ്പെട്ട കാര്യം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സസ്പെൻസ് കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. കാരണം ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ, ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. അതായത് ആരിഫ് ഹുസൈൻ പറഞ്ഞില്ലേ, അവൻ ഒരു പിന്തുണയും സംഘപരിവാർ വലതുപക്ഷ വർഗീയ തീവ്ര സംഘടനകളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടില്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്, ലിയാഖത്ത് അലി ചോദിക്കുന്നത്. അപ്പോൾ ആരാണ് ആരിഫ് ഹുസൈൻ? നാസ്തിക സംഘടനയായിട്ടുള്ള ഇൻസസ്റ്റിനെ പോലും ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചിട്ടുള്ള, അത് ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുള്ള അതേ നാസ്തിക സംഘടന, അവരിൽ നിന്ന് ഏറ്റവും മികച്ച സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ശ്രീ ആരിഫ് ഹുസൈൻ. സ്വന്തമായുള്ള സംഘടനയിൽ നിന്ന് സ്വന്തമായിട്ട് അവാർഡ് എഴുതി ഉണ്ടാക്കിയിട്ട് സ്വന്തമായി സ്വീകരിച്ചിട്ട് സ്വന്തമായി FBയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് സ്വന്തമായി ഇൻ്റർവ്യൂ നടത്തി സ്വന്തമായി എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തുകൊണ്ട് നന്ദി വീഡിയോ ചെയ്തുകൊണ്ട് അങ്ങനെ സ്വന്തമായിട്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വർഗീയ പ്രചാരകനാണ് ശ്രീ ആരിഫ് ഹുസൈൻ. അതേപോലെ തന്നെ ജനൻ TVയെ പോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ചാനലുകളിൽ പോയിട്ട് നിരന്തരമായിട്ട് ഇസ്ലാമിക് വിരുദ്ധ പ്രയോഗങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിം അവഹേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ മറ്റ് പല മലയാളം ചാനലുകളിൽ പോയിട്ട് ഇതേപോലെയുള്ള പ്രചാരണം നടത്താൻ ശ്രമിച്ച് നാണം കെട്ട് പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ആരിഫ് ഹുസൈൻ. അതേപോലെ തന്നെ അയാളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, ഒരു മുസ്ലിം പേരുള്ള വ്യക്തി എവിടെയെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ശ്രീ ആരിഫ് ഹുസൈൻ. അങ്ങനെ വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന പേരുള്ള നാസ്തിക പ്രചാരകന്, എക്സ് മുസ്ലിം എന്നുള്ള ഓമന പേരിട്ട് നടക്കുന്ന ആരിഫ് ഹുസൈൻ സംഘപരിവാർ ആശയം കൊണ്ട് നടക്കുന്ന വലുത് തീവ്ര വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ല എന്നല്ലേ അവൻ പറയുന്നത് എന്നാണ് ലിയാഖത്ത് അലി ചോദിക്കുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്, ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. അതെ, അതായത് ലിയാഖത്ത് അലിക്കും ആരിഫ് ഹുസൈനും പിന്തുണ വന്നത് അല്ലേ, വലത് തീവ്ര വർഗീയ സംഘടനകളുടെ സംഘപരിവാർ അജണ്ട, സംഘപരിവാർ ആശയങ്ങൾ പേറുന്ന സംഘടനകളുടെ പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത്, ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരിക്കാം ഇവർക്ക് ഈ പിന്തുണ വരാനുള്ള കാരണം? അത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഒരേ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൂടിച്ചേരുക എന്നുള്ളത് സ്വാഭാവികതയാണ്. അതായത് എന്താണോ സംഘപരിവാർ എന്ന വർഗീയ തീവ്ര സംഘടനകൾ ആഗ്രഹിക്കുന്നത്, പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ നടത്താൻ ആഗ്രഹിക്കുന്നത്, അവരുടെ അജണ്ട എന്താണോ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു പലരെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവരെ സമീപിക്കും, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും, സാമ്പത്തികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അതായത് ISISനെ പോലെയുള്ള മുസ്ലിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള തീവ്രവാദ സംഘടനകൾ അവർ പ്രവർത്തിക്കുന്നത് ഇസ്ലാം അനുസരിച്ചു കൊണ്ടാണ്, പ്രവാചകന്റെ ഹദീസ് അനുസരിച്ചു കൊണ്ടാണ്, ഖുർആൻ അനുസരിച്ചു കൊണ്ടാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് അതേപോലെ പ്രവർത്തിക്കുക എന്നുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും ISIS തീവ്രവാദിയായിട്ട് മാറും എന്നുള്ള വർഗീയ പ്രചാരണങ്ങൾ, അവരുടെ അതും അതിന് സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ അവരെന്താ പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇസ്ലാമിലുള്ളത് ഞങ്ങൾ ചെയ്തു എന്നാണ് രാഹുൽ ശ്രദ്ധയിലേക്ക് പറയുക. ISIS പറയുന്നതാണ് ഇസ്ലാം എന്ന് രണ്ടേ രണ്ട് ആൾക്കാരെ ലോകത്തിൽ പറയൂ, ISISും എക്സ് മുസ്ലിങ്ങളും. കാരണം എന്താ? ISISകാർക്ക് അതിനെ ദുരുപയോഗം ചെയ്യണം, എക്സ് മുസ്ലിംസിന് മുസ്ലിങ്ങളെ കരിവാരത്തേക്കണം. സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലും ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ലിയാഖത്ത് അലിയെ പോലെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളെ ഇവർ സമീപിക്കുക എന്നുള്ളത് സ്വാഭാവികതയാണ്. 3 വയസ്സും 3.5 വയസ്സുള്ള കുട്ടികളെ ഖുർആൻ എന്ന് പറയുന്ന അറബി ഭാഷയിലുള്ള ഗ്രന്ഥം മനപ്പാഠം പഠിപ്പിക്കുന്ന പീഡനം നടക്കുന്നുണ്ടാവും. എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ലിയാഖത്ത് അലിയും ആരിഫും ജബ്ബാറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ഇവിടെ ലിയാഖത്ത് അലി തന്നെ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു, ഞാൻ അത് നിരാകരിച്ചു.
അതെ, ആരിഫ് ഹുസൈൻ എന്ത് ചെയ്തു? വലതു തീവ്ര വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നു. ഈ ജനൻ ടി വിയിലൊക്കെ പോയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഡിബേറ്റ് നടത്തുന്നതും സംസാരിക്കുന്നതൊക്കെ, അതിന് അവസരം ലഭിക്കുന്നതൊക്കെ, ന്യൂസ് 18 പോയിട്ട് അവസരം ലഭിക്കുന്നതിന് കാരണങ്ങൾ വ്യക്തമായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ലിയാഖത്ത് അലി വലിയ പുണ്യാളനാകുന്നു വേണ്ട. ലിയാഖത്ത് അലിക്കും ഓഫർ വന്നിട്ടുണ്ട്, ആരിഫ് ഹുസൈനും ഓഫർ വന്നിട്ടുണ്ട്. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തി ആയതുകൊണ്ടാണ് ലിയാഖത്ത് അലിക്കും ആരിഫ് ഹുസൈനും ആ ഒരു ഓഫർ വന്നത്. പിന്നെ ആരിഫ് ഹുസൈൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ആരിഫ് ഹുസൈൻ സ്വീകരിച്ചു എന്നുള്ളത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ ഭൗതികവാദികളാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ല, വിചാരണയിൽ വിശ്വസിക്കുന്നില്ല, ഖബർ ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല, സ്വർഗത്തിലും നരകത്തിൽ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വിചാരണയില്ല, ഒരു ലോകം മാത്രമേ ഉള്ളൂ. പരമാവധി പൈസ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഏത് മേഖലകളിലും പ്രവർത്തിക്കാം. അങ്ങനെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. തികഞ്ഞ ഒരു ഭൗതികവാദ വീക്ഷണത്തിന് ആരിഫ് ഹുസൈന് ചെയ്തത്, ആരിഫ് ഹുസൈൻ്റെ ഒരു ലക്ഷ്യങ്ങൾ നേടാൻ അവൻ സ്വീകരിച്ച വഴി, അത് അവനെ സംബന്ധിച്ച് ശരിയായ കാര്യം തന്നെയാണ്. അപ്പോൾ ലിയാഖത്ത് അലി ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇത് പുറത്ത് പറഞ്ഞത്. കേരളത്തിൽ നിരന്തരമായിട്ട് വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക വിരുദ്ധ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, ജനൻ ടി വിയിലെല്ലാം പോയിക്കൊണ്ട് ഇസ്ലാമിനെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരിഫ് ഹുസൈൻ എന്ന പേരുള്ളവൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി, അതായത് വലതുപക്ഷ തീവ്ര വർഗീയ സംഘടനകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി പിന്തുണ സ്വീകരിച്ചു എന്നുള്ള ഒരു വളരെ വൃത്തികെട്ട ഒരു കാര്യം, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം, ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ് ലിയാഖത്ത് അലി. ലിയാഖത്ത് അലി പിന്തുണ സ്വീകരിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വലിയ പുണ്യാളൻ ചമയുന്നതൊന്നും നമ്മളെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ചെയ്യുന്ന ഒരേ പ്രവൃത്തി തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. ഇനി നമുക്ക് ലിയാഖത്ത് അലിയുടെ മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂ കാണാം. അതിലാൾ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഈ പറയുന്ന ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ആളുകൾ, സംഘപരിവാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നത് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ അതെ, അതായത് ഇസ്ലാം വിമർശകർ എന്നുള്ള ഓമന പേരിട്ട് നടക്കുന്ന ഇസ്ലാം അവഹേളകരായിട്ടുള്ള ഈ ലിയാഖത്ത് അലിയെ പോലുള്ള, ആരിഫിനെ പോലുള്ള, ജബ്ബാറേട്ടനെ പോലുള്ള അത്തരം ആളുകൾ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ള ആരോപണത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ലിയാഖത്ത് അലി ഈ പറയുന്ന കേരള സമൂഹത്തിനകത്ത് വലിയ രീതിയിൽ ഇസ്ലാം വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്. താങ്കൾക്ക് അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് എന്തായിരിക്കും? അതെ, അതായത് ലിയാഖത്ത് അലിക്ക് ഇത്തരത്തിലുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താ നമുക്ക് കേൾക്കാം. ഓക്കെ, സാമ്പത്തിക ഓഫറുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കേട്ടല്ലോ. ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ, ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്, ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്, ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു, ഞാൻ അത് നിരാകരിച്ചു. ഈ പറയുന്ന ഇസ്ലാം മത വിമർശകരായിട്ടുള്ള ആളുകൾ, സംഘപരിവാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ ലിയാഖത്ത് അലി ഈ പറയുന്ന കേരള സമൂഹത്തിനകത്ത് വലിയ രീതിയിൽ ഇസ്ലാം വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്. താങ്കൾക്ക് അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് എന്തായിരിക്കും? പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക ഓഫറുകളൊന്നും എനിക്ക് വന്നിട്ടില്ല. അതായത് ഒരു ഇന്റർവ്യൂവിന്, കുറച്ച് മുമ്പ് നടന്നൊരു ഇന്റർവ്യൂവിന് ഒരു സാമ്പത്തികമായിട്ടുള്ള ഓഫറും വന്നിട്ടില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തിയാണ് ആരിഫുമായിട്ട് പിണങ്ങിയപ്പോൾ സത്യങ്ങൾ പുറത്ത് പറഞ്ഞത് അല്ലെ? ബാക്കി കേൾക്കാം. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓഫർ വന്നിട്ടുള്ളത് ഇസ്ലാമിന്റെ ഭാഗത്തുനിന്നാണ്. അതെ, സാമ്പത്തികമായിട്ടുള്ള ഓഫർ വന്നിട്ടുള്ളത് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ഓഫർ ഇസ്ലാമിന്റെ ഭാഗത്ത് വന്നത്? ഒന്ന് കേൾക്കാം. നിർത്തിയാല് അത് എങ്ങനെയായിരുന്നു? നിർത്തിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി. അതെ, നിർത്തിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. എന്ത് സുഖമുള്ള ലൈഫാണല്ലേ. മുസ്ലിങ്ങൾ ഓഫർ കൊടുക്കുകയാണ്. എന്ത്, നീ ഒന്ന് വായ പൊട്ടിരുന്നാൽ മതി, നിനക്ക് തിന്നാനുള്ളതൊക്കെ തരാം, നീ ഒന്നും പണിക്കൊന്നും പോകണ്ട, വെറുതെ ഇരുന്നാൽ മതി. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ജീവിതം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഓഫർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അതെ, അപ്പോൾ ഈ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ലിയാഖത്ത് അലി വിചാരിക്കുന്നത്. ഇത് സത്യമാണ് കേട്ടോ, സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ടാവും, നാട്ടുകാർക്കൊന്നും ഒരു ഗുണമല്ല, ഉപദ്രവം മാത്രമായിട്ട് ഈ മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് കയറി അവരുടെ കുടുംബത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അപ്പുറത്തെ വീട്ടുകാരുടെ ഇപ്പുറത്തെ വീട്ടുകാരെ നോക്കി സ്വന്തം കുടുംബം നോക്കാതെ ഇങ്ങനെ ജനങ്ങൾക്കൊരു ഉപദ്രവമായിട്ട് നടക്കുന്ന ആൾക്കാർ, എവിടെയും കയറി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടാവും. അത്തരം ആളുകളോട് നമ്മൾ പറയാറില്ലേ, ഒന്നും മിണ്ടാതിരിക്കും ചെങ്ങായി, ഒരു 10 റുപ്യ തരാം, അല്ലെങ്കിൽ ഒരു പഴം വാങ്ങിത്തരാം, ഒന്ന് തിന്നുകൊണ്ടിരുന്നു അവിടെ, എന്നാലും ഒന്ന് വായ പൊട്ടിരിക്കുക, ഒന്ന് ശല്യപ്പെടുത്താതെ പോ, ഒന്ന് ഇറങ്ങിപ്പോ, നമ്മൾ പറയാറില്ലേ. അതായത് അവൻ്റെ കുറച്ച് കൂട്ടുകാർ, ലിയാഖത്തിൻ്റെ കുറച്ച് കൂട്ടുകാർ, മുസ്ലിം പേരുള്ള കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, ഇവരെ ശല്യം സഹിക്കാതെ, എടാ ഒരു 10 റുപ്യ തരാം, ഒന്നും മിണ്ടാതിരിക്കുമോ, ഒരു കട്ടൻ ചായ വാങ്ങിത്തരാം, ഒന്ന് ഒതുങ്ങിയിരിക്കുമോ, അങ്ങനെ ശല്യം സഹിക്കാതെ ഇവരെന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു ലിയാഖത്തെ, നീ തള്ളിക്കോ,
നീ തള്ളണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നീ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ നിൽക്കരുത്. കാരണം അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ഒരു ഇന്റർവ്യൂവിൽ സംഘപരിവാർ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഓഫറുമായിട്ട് വന്നിട്ടുണ്ടോ, പിന്തുണയുമായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അത് സഹിക്കാത്തത് കൊണ്ട് നേരെ അത് ഇസ്ലാമിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. എങ്ങനെയുണ്ട് ഐഡിയ? ഇതാണ് ഇവൻ്റെ പരിപാടി. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇസ്ലാമിക വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിലെ ആശയങ്ങൾ അവിടുന്നും ഇവിടുന്നും പെറുക്കിക്കൊണ്ടുവന്ന് തൻ്റേതായ രീതിയിലുള്ള പല രീതിയിലുള്ള സ്റ്റോറീസ് മെനഞ്ഞുണ്ടാക്കിയിട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അത് ജനങ്ങൾക്കിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം മുസ്ലിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ആളുകൾ, എക്സ് മുസ്ലിംസ് എന്നുള്ള ലേബലിട്ട് നടന്നാലും ശരി, അല്ലെങ്കിൽ നാസ്തികനാണെന്ന് പറഞ്ഞാലും ശരി, സ്വതന്ത്രചിന്തനാണെന്ന് പറഞ്ഞാലും ശരി, ഇത്തരം ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ തീവ്ര വർഗീയ സംഘടനകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമാണ്. അല്ലാതെ സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല, സമൂഹത്തിന് യാതൊരു ഉപകാരവും അവരെ കൊണ്ട് കിട്ടുന്നില്ല. ചില ആളുകളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. 2-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം അതിൽ പറയുന്നു, സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. അതായത് തുച്ഛമായിട്ടുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ വഴി വിട്ട് സന്മാർഗം വിട്ടിട്ട് ദുർമാർഗം മോശമായിട്ടുള്ള രീതി സ്വീകരിച്ചവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ സാധാരണ പൈസ കൊടുത്തുകൊണ്ട് സാധനം വാങ്ങുന്നത് പോലെ ഇവർ സന്മാർഗം, മോറലായിട്ടുള്ള ആ ഒരു റൂട്ട്, ആ ഒരു വഴി അത് ഉപേക്ഷിച്ചുകൊണ്ട് അത് കൊടുത്തുകൊണ്ട് അവർ ദുർമാർഗം, ഇമ്മോറലായിട്ടുള്ള ഒരു വഴി അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? തുച്ഛമായിട്ടുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട്. അത്തരം ആളുകൾ വിജയിക്കുകയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അവർ വിജയിച്ചിട്ടില്ല. ആ കച്ചവടം നടന്നതോട് കൂടിയിട്ട് അവർ തോറ്റുപോയി. കാരണം എന്താ? ആ കച്ചവട ലാഭത്തിലല്ല, ആ കച്ചവടമേ നഷ്ടമാണ്. ആരെങ്കിലും ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യന് നല്ലത് കൊടുത്ത് ചീത്തത് വാങ്ങുമോ? ഇല്ലല്ലോ. അവർ വിജയിച്ചിട്ടുമില്ല, അവർ ലക്ഷ്യം പ്രാപിച്ചിട്ടുമില്ല. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള കാര്യം, സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വലതുപക്ഷ തീവ്ര വർഗീയ സംഘടനകളുടെ പിന്തുണയോട് കൂടിയിട്ട്, സപ്പോർട്ടോട് കൂടിയിട്ട്, സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് വർഗീയത തുടർച്ചയായിട്ട് 24/7 ടൈം ഇരുന്നു കൊണ്ട് വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് മറ്റു പല ജോലിയെടുത്ത് ജീവിക്കുന്നത്. ആ ജോലി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.